ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ചൂടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ നെത്തോലി എന്നൊക്കെ പറയല്ലേ, അപ്പോൾ ചൂടൻ എടുത്തിട്ടുണ്ട്. ഈ ചൂടൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയിട്ട് വേണം, മണലൊക്കെ ഉണ്ടാവുമല്ലോ, എന്നിട്ട് വേണം ഇത് നന്നായിട്ട് വൃത്തിയാക്കാൻ. അപ്പോൾ ഞാൻ വൃത്തിയാക്കുന്ന വീഡിയോ അല്ല കാണിക്കുന്നത്. നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് കയ്യിലൊക്കെ നെയ്യൊക്കെ പറ്റും, നെയ്മയം പോകാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ ചെറിയ മീനുകളിലൊക്കെ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നെയ്മയം എല്ലാം പോയിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല മീനുകൾക്ക് നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീനാക്കി കൊണ്ടുവന്നിരിക്കുന്ന ചൂടനാണ്. ഈ ക്ലീനാക്കിയതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയായിട്ട് ഇടുന്ന ഒരു സ്പൂണോളമൊക്കെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ അത് ഞാൻ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നമ്മളിങ്ങനെ തിരുമത്തില്ലേ അതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ട് പിന്നെ കുറേ സമയമൊന്നും വെക്കണ്ട കേട്ടോ. തിരുമിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മീൻ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരൊറ്റ കഴുകിൽ തന്നെ നമ്മുടെ നെയ്മയൊക്കെ മാറിക്കിട്ടും, കയ്യിലൊന്നും പറ്റത്തില്ല, നല്ല നീറ്റായിട്ട് ഫിഷിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് കഴുകണം. കുറേ നേരം വെച്ചാൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമ്മുടെ ഫിഷിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇതിന് നന്നായിട്ട് കണ്ടോ ഇപ്പോൾ തന്നെ നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. 1-2 പ്രാവശ്യം കഴുകിയെടുത്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള മീൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ മീൻ മേടിക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയത് കണ്ടോ. നമ്മുടെ കയ്യിലൊക്കെ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഭയങ്കര നെയ്യാവും കേട്ടോ നമ്മുടെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ ശേഷം നമുക്ക് ഈ മീൻ വാങ്ങുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മുടെ പാത്രത്തിലും ഒട്ടിപ്പിടിക്കത്തില്ല, കയ്യിലും ആവില്ല. കണ്ടോ നീറ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയണേ. നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് നന്ദനാണ് കേട്ടോ. അപ്പോൾ നന്ദൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ നെയ്മയായിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ തന്നെ നിറയെ നന്ദനിൽ നെയ്യുണ്ടാവും. അപ്പോൾ നല്ല വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ നന്ദനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് 1-2 പ്രാവശ്യം കഴുകണം കേട്ടോ. ചെറിയ മീനുകളൊക്കെ ആകുമ്പോൾ മണലുണ്ടാവും, അതുകൊണ്ടാണ് കഴുകാൻ പറയുന്നത്. ഇനി നമുക്ക് വൃത്തിയാക്കിയ മീനെ ഞാൻ കാണിച്ചിരുന്നത്. കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയത്. ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ചൂടനും ചെയ്യാം, ഇതിനും ചെയ്യാം. അത് ചെറിയ മീനുകൾക്കൊക്കെ ചെയ്യാൻ കേട്ടോ. നമ്മുടെ മത്തിക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഒരല്പം വിനെഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ വിനെഗറാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിലും 1 സ്പൂണൊക്കെ മാത്രം മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. 1 സ്പൂൺ വിനെഗർ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ ചെയ്തിട്ട് എടുക്കണം. അല്ലാതെ വിനെഗർ ഒഴിച്ചിട്ടിട്ടേക്കരുതും ഗോതമ്പ് പൊടി പെരട്ടി വെച്ചേക്കരുതും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ 1 സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം കേട്ടോ. 1 സ്പൂൺ ഉപ്പ്. അത് പൊടിയുപ്പോ കല്ലുപ്പോ എന്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ, നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഇത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് നമ്മളൊന്ന് ഒറ്റ വട്ടം ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം കൂടി നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ മീൻ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ മീനെ വെട്ടുമ്പോൾ നെയ്യ് എന്നതൊരു പ്രശ്നമേ അല്ല കേട്ടോ. ഇനി അങ്ങനൊരു പ്രശ്നം വെച്ചിട്ട് ആരും ചെറിയ മീനുകളൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കേണ്ട കേട്ടോ. ഈ ടിപ്പും ചെയ്താൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ കണ്ടോ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും അതിൻ്റെ ആ വെളുത്ത നെയ്മയം പോലെ. പിന്നെ ഫുള്ളായിട്ടൊന്നും മീനിൻ്റെ ഗുണമൊന്നും പോവില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക വേണ്ട. ആ പുറമേയുള്ള നെയ്മയം മാത്രമേ പോവുള്ളൂ. ഉള്ളിലുള്ള നമുക്ക് ആ മീനിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. ഇനി ഇത് 1-2 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ താഴത്തേക്ക് നോക്കിയാൽ വെള്ളത്തിനകത്തോട്ട് നോക്കി കണ്ടോ ശരിക്കും അതിൻ്റെ ആ നെയ്മയൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിലിട്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ നല്ല സൂപ്പറായില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കഴിയാൽ മതി കേട്ടോ. ഇങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിൽ വിനെഗറൊക്കെ ഇട്ട് ഒറ്റ പ്രാവശ്യം കഴിയാൽ മതി. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം നോർമൽ വെള്ളത്തിൽ കഴുകുക. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് നന്ദനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ മീൻ കിട്ടുന്ന ആ സമയത്തൊക്കെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമ്മൾ ഈ മീനിനും ഗോതമ്പ് പൊടി ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നിങ്ങളെ കാണിക്കാനാണ്. ചൂടനായാലും നന്ദനായാലും ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ള ആ വ്യത്യാസം കാണിക്കുക. ഇത് കണ്ടോ
അപ്പോൾ ദേ നന്ദൻ മീൻ, നിങ്ങളുടെ നാട്ടിൽ നന്ദൻ എന്ന് തന്നെയാണോ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ മീനിനെ. അത് നന്നായിട്ട് ഞാൻ ദേ ഇങ്ങനെ കൈ കൊണ്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അപ്പം തന്നെ ചെയ്യാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ചാലും ഇത്രയും ആവില്ല കേട്ടോ. ശരിക്കും ഗോതമ്പ് പൊടി ഇട്ടിട്ടൊന്ന് തിരുമിയാൽ മാത്രമേ ആ നെയ്മയം പോളൂ. അല്ല ഗോതമ്പ് പൊടി കലക്കിയ വെള്ളത്തിലിട്ടാലും അത്രയും ആവില്ല. അപ്പോൾ ഇനി ഇത് കൈ കൊണ്ട് നമ്മളൊന്ന് തിരുമി 3-5 പ്രാവശ്യം കഴുകി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പ്രാവശ്യം ഇനി കഴുകിയതിന് ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കഴുകി വാരി വയ്ക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ഞാൻ ഇതിപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കണ്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തുമില്ല, എങ്കിലും നമുക്ക് മീൻ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ മീൻ എപ്പോഴും നമുക്ക് വൃത്തിയായി കഴിച്ചാൽ മാത്രമല്ല അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊന്നുകൂടി കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള നന്ദൻ മീനാണ്. അത് വറക്കോ കറി വയ്ക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. നല്ലതായിട്ട് വെളുത്തിട്ടില്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാൻ കേട്ടോ. നാലാമത്തെ ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് നന്ദൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നന്ദനിലേക്ക് ഇനി നമുക്ക് അടുത്ത ടിപ്പ് ചേർക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. ഒത്തിരി ഇടേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമിയെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിത് ഇങ്ങനെ കൈ കൊണ്ട് അങ്ങ് തിരുമിയതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തിരുമുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ നമ്മുടെ ഫിഷിലോട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം മീൻ അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ മീൻ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി തിരുമ്മി വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തങ്ങ് എടുക്കും. 1-2 പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ ആ മഞ്ഞ കളർ മാറുന്നതായിരിക്കും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയല്ല, എന്താ വിഷയം, നമ്മൾ കറിയൊക്കെ വയ്ക്കുകയോ വറുക്കുകയോ ഒക്കെ ചെയ്താൽ ഒരല്പം മഞ്ഞ കളർ ഉണ്ടെങ്കിലും ഒരു വിഷയമൊന്നുമില്ല. അപ്പോൾ ഇതിന് നന്നായിട്ട് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള 4 ടിപ്സുകളാണ് കേട്ടോ നിങ്ങൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇത് കണ്ടോ, ഞാൻ ചട്ടിയിലേക്ക് കഴുകി വാരി ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയത് കണ്ടോ. അത് 2-3 പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ തന്നെ നല്ലതായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾ ചെയ്ത സംഭവങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ടോട്ടൽ 4 ടിപ്സുകളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടല്ലേ. പിന്നെ നമുക്ക് ഡെയിലി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പും കൂടിയല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്ത് നോക്കാം. പിന്നെ ഇനിയിപ്പോൾ നന്ദനെ നമ്മൾ എടുത്തിട്ട് നേരെ 1-2 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.